ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജു സാംസൺ നെതർലാൻഡിനെതിരെ 18-ാം തീയതിയിലത്തെ മാച്ചിൽ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇഷാൻ കിഷന് സൂപ്പർ 8ലേക്കുള്ള മത്സരങ്ങളിൽ കളിക്കുന്നതിനായി പരിക്കൊന്നും അലട്ടാണ്ടിരിക്കാൻ വേണ്ടി പുള്ളീനെ മാറ്റിയിട്ട് ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മയുടെ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അഭിഷേക് ശർമ്മ എന്തായാലും ടീമിലുണ്ടാവും. അതിൻ്റെ തീരെ ഫോം ഔട്ടാണ് പുള്ളി. 2 കളിയിൽ 0 ആണ് എടുത്തിരുന്നത്. അതുപോലെ അർഷദീപ് സിംഗോ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജോ ജസ്പ്രീത് ബുംറയ്ക്ക് വരും ടീമിലേക്ക് വരാനുള്ള ചാൻസുമുണ്ട്. പിന്നെ വരുൺ ചക്രവർത്തിക്ക് വിശ്രമം അനുവദിക്കും. അപ്പോൾ കുൽദീപ് യാദവ് തന്നെയായിരിക്കും സ്പിൻ ബോളറായിട്ടുണ്ടാകുന്നത്. ചിലപ്പോൾ വാഷിങ്ടൺ സുന്ദറും ടീമിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ നോക്കുമ്പോൾ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ഓപ്പണിങ്ങും, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ ഇങ്ങനെ മിഡിൽ ഓർഡറുമായിരിക്കും കാണാൻ സാധിക്കുന്നത്. ബോളിങ്ങിൽ ബുംറ എന്തായാലും വിശ്രമം അനുവദിക്കുമെന്നാണ് പറയുന്നത്. നിലവിലെ റിപ്പോർട്ട് പ്രകാരം നമുക്ക് വരുന്ന സൂചന. അതുപോലെ സഞ്ജു സാംസണ് ഇതൊരു അവസാന കച്ചിത്തുരുമ്പാണ്. ഇതിൽ പുള്ളി നല്ല സ്കോർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ അഭിഷേക് ശർമ്മ അടുത്ത ഈ കളിയിലും ഫോം ഔട്ടാണെങ്കിൽ സഞ്ജുവിന് ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അഭിഷേക് ശർമ്മ തീരെ ഫോമല്ല. ചിലപ്പോൾ നാളത്തെ ഈ നെതർലാൻഡ്സിനെതിരായ കളിയിൽ അഭിഷേക് ശർമ്മ ഫോം ആവാനുള്ള ചാൻസുമുണ്ട്. പുള്ളി ഒരു 10-12 റണ്ണിന് ഔട്ടായി പോവുകയാണെങ്കിൽ സഞ്ജുവിന് ഒരു 50+ സ്കോർ ചെയ്യുകയാണെങ്കിൽ സഞ്ജുവിന് ചാൻസാണ്. അപ്പോൾ നമുക്ക് അടുത്ത റിവ്യൂമായി അടുത്ത ലൈവിൽ കാണാം. ബൈ.